യൂത്ത് കോൺഗ്രസ് മാർച്ച് നടക്കുകയാണ്. നഴ്സിംഗ് കോളേജിൽ കുട്ടി ക്രൂരമായ റാഗിങ്ങിനിരയായ സംഭവത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുകയാണ്. തത്സമയം കോട്ടയം നഴ്സിംഗ് കോളേജിൽ വിദ്യാർത്ഥി ക്രൂരമായ റാഗിങ്ങിനിരയായ സംഭവത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചാണ് നമ്മൾ കാണുന്നത്. പോലീസ് ബാരിക്കേഡുകൾ നിരത്തിയിട്ടുണ്ട്. ഈ പോലീസ് ബാരിക്കേഡിനെ മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. നഴ്സിംഗ് കോളേജിൽ വിദ്യാർത്ഥി റാഗിങ്ങിനിരയായ സംഭവത്തിലുള്ള യൂത്ത് കോൺഗ്രസ് മാർച്ച് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള യൂത്ത് കോൺഗ്രസിന്റെ ശ്രമം. പോലീസിനെ പരമാവധി പ്രകോപിപ്പിക്കുന്നുണ്ട് പ്രവർത്തകർ. പോലീസിന്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നിലത്തെറിയുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പ്രതികളെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നു എന്നാണ് പ്രധാനമായും യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. കഴിഞ്ഞ ദിവസവും വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. മുദ്രാവാക്യം വിളിച്ചും കൊടി ഉയർത്തിയുമൊക്കെ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ നടന്നതാണ് ഈ വിഷയത്തിൽ. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നാണ് നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലും പ്രതികരിച്ചിരുന്നത്. ഇതിന്റെ തുടർച്ചയായാണ് ഇന്നത്തെയും പ്രതിഷേധം.
ചാവക്കോട് സംഭവം പോലെ തന്നെയാണ് ഈ റാഗിംഗ് കേസും പോകുന്നത് എന്നും ഈ സംഭവം മൂടിവെക്കാൻ ശ്രമിച്ചവർക്കെതിരെയും കേസെടുക്കണമെന്ന് കഴിഞ്ഞ ദിവസം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം ഉന്നയിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും യൂത്ത് കോൺഗ്രസിന്റെ ഇന്നത്തെ പ്രതിഷേധം നടക്കുന്നത്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന നിലപാടിൽ തന്നെയാണ് യൂത്ത് കോൺഗ്രസ്. ഈ സംഭവത്തിലെ അന്വേഷണം തൃപ്തികരമല്ലെന്നും പ്രതികളെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നുവെന്നുമാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആരോപണം. UDF നേതാക്കൾ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ പ്രതികരണങ്ങൾ നടക്കുകയും ചെയ്തപ്പോൾ ഗേറ്റ് തള്ളി തുറക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. പോലീസുകാരെത്തി അവിടെ ഗേറ്റിന് സംരക്ഷണം ഒരുക്കുകയാണ്. ഈ കേസിൽ മാറ്റി നിർത്തപ്പെട്ട നിരവധി പേരുണ്ട്. പ്രത്യേകിച്ചും പ്രിൻസിപ്പൽ, അസിസ്റ്റന്റ്, ഹോസ്റ്റൽ വാർഡൻ ഇവരെയും ഒക്കെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം. ഇവരെയും ഒക്കെ ചോദ്യം ചെയ്യണമെന്നാണ് UDFന്റെ, കോൺഗ്രസിന്റെ, യൂത്ത് കോൺഗ്രസും ഒക്കെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ. പ്രവർത്തകർ ഇപ്പോൾ അവിടെ ഗേറ്റിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഗേറ്റ് തള്ളി തുറക്കാൻ നേരത്തെ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് പോലീസ് എത്തി ഗേറ്റിന് കവചം തീർത്തതോടെ ഇപ്പോൾ അവിടെ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. ഈ വിഷയത്തിൽ സർക്കാർ ഈ കാപാലികരെ പിന്തുണയ്ക്കുന്ന സമീപനം ഇനിയും സർക്കാർ തുടർന്നാൽ ശക്തമായി പ്രതികരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഈ മാർച്ചിൽ പങ്കെടുത്ത അലോഷ്യസ് സേവ്യർ, KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറുടെ പ്രതികരണവുമൊക്കെ വന്ന പശ്ചാത്തലമാണ് ഇന്നത്തെ മാർച്ചിന് മുന്നോടിയായി. KSU മാർച്ചിന് നേരെ പോലീസ് ഇന്നും ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ ബാരിക്കേഡ് പൊളിക്കാൻ, മറികടക്കാൻ നീക്കം നടത്തി. അതിനെ തുടർന്നാണ് പോലീസ് ഇന്നും ജലപീരങ്കി പ്രയോഗിച്ചത്. ഇപ്പോൾ പിരിഞ്ഞു പോകാൻ തയ്യാറാകാത്ത പ്രവർത്തകർ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ്. കോട്ടയം നഴ്സിംഗ് കോളേജിൽ വിദ്യാർത്ഥി അതിക്രൂരമായ റാഗിങ്ങിനാണ് ഇരയായത്. ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഞെട്ടലോടെയാണ് ആ ദൃശ്യങ്ങളൊക്കെ കേരളം കണ്ടതും. മനസാക്ഷിയെ നടുക്കുന്ന അതിക്രൂരമായ ദൃശ്യങ്ങളാണ്. ഈ സംഭവത്തിൽ കാരണക്കാരായ ഒരാളെ പോലും വെറുതെ വിടില്ല എന്നും കുറ്റക്കാരെന്ന് കണ്ടവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി അടക്കം പ്രതികരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെയും ABVPയുടെയും ഒക്കെ മാർച്ചുകൾ നമ്മൾ കണ്ടതാണ്. അതും ഇതുപോലെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. നഴ്സിംഗ് കോളേജിൽ വിദ്യാർത്ഥി റാഗിങ്ങിനിരയായ സംഭവത്തിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം ശക്തമാകുന്നു. ഇന്നും മാർച്ച് ശക്തമായി. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീട് പ്രവർത്തകരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു. പിരിഞ്ഞു പോകാത്ത പ്രവർത്തകർ ഇപ്പോൾ നിലത്തിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നും ഇതിനെതിരെ അതിശക്തമായി പ്രതികരിക്കുമെന്നും പ്രതിഷേധിക്കുമെന്നും അലോഷ്യസ് സേവ്യർ പറഞ്ഞിരുന്നു. സംഭവത്തിലെ അന്വേഷണത്തിൽ തൃപ്തി ഇല്ലെന്നും പ്രതികളെ രക്ഷിക്കാൻ പല ഘട്ടങ്ങളിലും ശ്രമങ്ങൾ നടക്കുന്നു എന്നുമാണ് KSUവിന്റെ ആരോപണം. ഇതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുന്നു.